ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് മത്സരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 18ാമത് IPL സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരേ ഒരു പ്രത്യേകതയേ ഉള്ളൂ. ഒരു റൺസും സേഫ് അല്ല. ഒരു 250 എബവ് റൺസൊക്കെ സേഫാണെന്ന് വിചാരിച്ചിരുന്ന കാലമൊക്കെ പോയി എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. ആദ്യം രാജസ്ഥാനാണ് തുടക്കമിട്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ തോറ്റെങ്കിലും 242 റൺസ് അടിച്ചെടുത്തു ചേസിങ്ങിൽ. പിന്നീട് അങ്ങോട്ട് ഇന്നലെ ഡൽഹി 211 റൺസ് അടിച്ച് കളി ജയിപ്പിച്ചു. ഇതിപ്പോൾ ഇതാ സൂപ്പർ ത്രില്ലർ പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് ജയിച്ചില്ല, പക്ഷെ ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. പഞ്ചാബ് ഉയർത്തിയ 243 എന്ന വിജയ ലക്ഷ്യം 231 റൺസ് അടിക്കുകയായിരുന്നവർ കേവലം 11 റൺസിന്റെ തോൽവി. വാട്ട് എ മാച്ച്! ത്രില്ലർ എന്ന് തന്നെ വിജയിപ്പിക്കേണ്ടി വരും. ഒരു ത്രില്ലർ മത്സരത്തിലാണ് പഞ്ചാബ് കിങ്സ് ജയിച്ചത്. മത്സരത്തിൽ ഒരു കാര്യത്തിലേ വിഷമമുള്ളൂ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് സെഞ്ചുറി നഷ്ടമായി. ശശാങ്ക് സിംഗ് സിറാജിന്റെ അവസാന ഓവറിൽ 23 റൺസാണ് അടിച്ചു കൂട്ടിയത്. പക്ഷെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട, നീ അടിച്ചോ എന്ന് ശ്രേയസ് അയ്യർ ഇടയ്ക്കിടെ പോയി പറയുന്നത് പോലെ തോന്നി. മത്സരം കണ്ടവർക്ക് മനസ്സിലാകും. ഏകദേശം ഞാൻ പഞ്ചാബ് സിമ്പിളായി ജയിക്കുമെന്ന് കരുതിയ മാച്ചാണ്. പക്ഷേ മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഗുജറാത്തിന്റെ പോരാട്ട വീര്യം നമിച്ചു. ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും കൂടി തുടങ്ങിയ വെടിക്കെട്ട്. അതിനിടെ മാക്സ്വെൽ വന്ന് ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ഒരു ബ്രേക്ക് ത്രൂ വിക്കറ്റ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്ന ബട്ട്ലറും റദർഫോർഡും ഒക്കെ ചേർന്ന് ഗുജറാത്തിനെ അടിച്ച് തൊട്ടടുത്ത് വരെ എത്തിച്ചു. പക്ഷേ ജയിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ത്രില്ലർ പോരാട്ടം, IPL ഇപ്പോൾ നടക്കുന്ന ത്രില്ലർ പോരാട്ടം തന്നെയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലെങ്കിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ, കായിക ഇനങ്ങളെ സ്നേഹിക്കുന്നവർ ഈ മാച്ച് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച ബാറ്റിംഗ്, മികച്ച ബൗളിംഗ്, ശരിക്കും ബൗളർമാരുടെ ശവപ്പറമ്പ് തന്നെയായി മാറുകയാണ് IPL. 2020 മത്സരം സാധാരണ ബൗളർമാരുടെ ശവപ്പറമ്പ് എന്ന് ആണല്ലോ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ബൗളർമാർക്കും അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന് ഇന്നത്തെ മത്സരം വ്യക്തമാക്കുന്നു. അവസാന ഓവറുകളിൽ റൺ വിട്ടുകൊടുക്കാൻ പ്രയാസം കാണിച്ച പഞ്ചാബ് ബൗളർമാരുടെ ആ ഒരു മികവില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസ് ജയിക്കേണ്ടത് തന്നെയായിരുന്നു. ശശാങ്ക് സിംഗിന്റെ ഇന്നിങ്സ് അടിപൊളി. 16 ബോളിൽ 42 റൺസോ എന്തോ മറ്റോ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അവസാന ഓവറുകളിൽ സെഞ്ചുറി അടിക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധ്യതയുണ്ടായിട്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട, മാക്സിമം അടിച്ചു കളിച്ചോ എന്ന് തന്നെയാണ് ശശാങ്ക് സിംഗിനെ ശ്രേയസ് അയ്യർ ഉപദേശിച്ചത് എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. സെഞ്ചുറി നഷ്ടമായിരുന്നെങ്കിലും തന്റെ ടീമിന്റെ വിജയമാണ് പ്രാധാന്യമെന്ന് കാണുന്ന ഇത്തരം ക്യാപ്റ്റന്മാരെയാണ് ഓരോ IPL ടീമിനും ഓരോരോ ഇന്റർനാഷണൽ ടീമിനും ആവശ്യമെന്ന് പറയുന്നു. ഒരു സമയത്ത് ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ നട്ടെല്ലായി മാറിയിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും ശ്രേയസ് അയ്യരെ വിട്ടുകൊടുത്തത്. അതെനിക്ക് തീർച്ചയാണ്, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുവാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.